ഹലോ എവരിവൺ. നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണ് ഈ റോക്കറ്റ് അടുപ്പ്. ഇതിന് ചിലവ് വളരെ കുറവാണ്. ഈ അടുപ്പിന് കുറച്ച് വിറക് മാത്രം ഉപയോഗിച്ചാൽ മതി. പുകയും കുറവായിരിക്കും. ഇതിന് വേണ്ടത് 28 ഇഷ്ടികയും 12 ഇഞ്ച് നീളവും വീതിയുള്ള ഇരുമ്പിൻ്റെ ഒരു നെറ്റും പഴയ സ്റ്റവിൻ്റെ സ്റ്റാൻഡിലെ അത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ് പോകാനായിട്ട് ചെറിയ കല്ല് വെച്ചാലും മതി. അടുപ്പ് വയ്ക്കാനായിട്ട് നമ്മൾ നിരപ്പായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. ഇതുപോലെ ഇഷ്ടിക വെച്ച് കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചെറിയൊരു പീസ് മതി. അത് ദാ ഇതുപോലെ മുറിച്ചതാണ്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്താൽ മതി. ആ സെൻറ്ററിലുള്ള ആ ചെറിയൊരിത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലോട്ട് ഇരുമ്പിൻ്റെ ഒരു നെറ്റ് വയ്ക്കാം. സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ അടുക്കി കൊടുക്കാം. ഈ ഗ്രില്ലിൻ്റെ മുകളിലാണ് നമ്മൾ വിറക് വെക്കുന്നത്. അപ്പോൾ താഴെ വീഴുന്ന ചാരം നമുക്ക് മാറിക്കളയാനായിട്ട് പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ എടുക്കാം. മൂന്നാമത്തെ ലെയർ എടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ വരാൻ നേരത്തേക്കിനും കല്ല് സപ്പോർട്ട് ചെയ്യാത്തൊരു രീതിയിൽ കാണിക്കും. അപ്പോൾ വേറൊരു കല്ലെടുത്തിട്ട് അതിൻ്റെ മീതെ വെച്ചാൽ മതി. അപ്പോൾ അത് ബാലൻസ് ആയിക്കോളും. ഇനി ബാക്കി ലെയർ അതുപോലെ അടുക്കി കൊടുക്കാം. ഇങ്ങനെ മൊത്തം 7 ലെയറാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ റോക്കറ്റ് അടുപ്പിൻ്റെ 7ാമത്തെ ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റാൻഡ് കൂടി വെക്കാം. നമ്മുടെ റോക്കറ്റ് അടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കത്തിച്ച് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ അടുപ്പ് ചൂടായിട്ടുണ്ട്. എന്തായാലും ഒരു ചായ ഇട്ട് നോക്കാം. അടുപ്പ് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത് അറിയണമല്ലോ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ഫോഴ്സിലാണ് തീ വരുന്നത്. എന്താണേലും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ചിലവ് വളരെ കുറവാണ്, ചൂടും വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയതാണ്. പറ്റുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.